ചന്ദ്രനിൽ വെള്ളം ഉണ്ടോ ഇല്ലയോന്ന് നമുക്ക് ഈടുന്ന് വേണം കണ്ടുപിടിക്കാം. പക്ഷെ പയ്യന്നൂരത്തെ സിഗ്നൽ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോന്ന് അത് അവിടെ പോയാൽ മാത്രമേ അറിയൂട്ടാ. എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാറുകൾ. ഇന്ന് അമ്മ ഒരു പണിയില്ലാത്തോണ്ട് വെറുതെ ഒന്ന് ടൗണിലേക്ക് ഇറങ്ങാൻ വെച്ചിട്ടാ. അങ്ങനെ YCTയിലെത്തി. എന്നാ പിന്നെ ഫോണിന് ഒരു കേസ് മേടിക്കാലോ എന്ന് ഞാനിങ്ങനെ വിചാരിച്ചു. ഇവിടെ എത്തുമ്പോൾ ഇഷ്ടം പോലെ കേസ്. ഞാൻ അധികം ഒന്നും തപ്പാൻ നിന്നിട്ടാ, ഒരു ട്രാൻസ്പെറന്റ് കേസ് മേടിച്ച്. അങ്ങനെ തിരിച്ചു വരുമ്പോൾ നമ്മ പയ്യന്നൂർ സിഗ്നലിനടുക്ക് എത്തിയിട്ടാ. ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നൊരു സിഗ്നലാണിത്. ഇവിടെ നമുക്ക് വണ്ടിയുടെ എണ്ണം നോക്കിയിട്ട് വേണം ഗ്രീൻ ലൈറ്റ് തെളിയാനായോ ഇല്ലയോ എന്നൊക്കെ കണ്ടുപിടിക്കാൻ. കാരണം ഇവിടെ ടൈമർ ലൈറ്റ് കത്തുന്നില്ല. പിന്നെ 4 ഭാഗത്തും ഏതെങ്കിലും ഒരു ലൈറ്റിനായിട്ട് കംപ്ലൈന്റ് ഉണ്ടാവും. പിന്നെ ഇവിടെ റെഡ് ലൈറ്റ് കത്തിയാലും വലിയ വിഷയമൊന്നുമില്ല. കുറെ ആൾക്കാർ അതൊക്കെ ക്രോസ് ചെയ്തങ്ങ് പോകും. കാരണം ഇവിടെ ഫൈൻ തരാൻ ഒരു ഉദ്യോഗസ്ഥനോ ഫൈൻ ഇടുന്ന ഒരു ക്യാമറ ഒന്നും ഇല്ലാട്ടാ. അങ്ങനെ ആകുമ്പോൾ നേരെ സ്റ്റുഡിയോയിലേക്ക് വിട്ട് എല്ലാ പ്രാവശ്യം പോലെ കയ്യും വീശും വരണ്ട വെച്ചിട്ട് ഇപ്രാവശ്യം ഞാൻ ഒരു ചെരുപ്പ് എടുത്തിട്ടാ. നമ്മളെ വീഡിയോ കാണുന്ന ആരും ഫോളോ ആക്കുന്നില്ലാട്ടാ. ഞാൻ ഓർമ്മിച്ചോന്നേ ഇല്ലു, അപ്പൊ അതൊന്ന് പരിഗണിക്കണം. അങ്ങനെ ചെരുപ്പും ബില്ല് ചെയ്ത് നമ്മൾ നേരെ ചായ പിടിക്കാൻ വിട്ടു കേട്ടാ. ഇത് നമ്മൾ സ്ഥിരമായിട്ട് ചായ പിടിക്കുന്ന വേറൊരു സ്ഥലമാണ് കേട്ടാ. ഈ സ്ഥലം വരുന്നത് പയ്യന്നൂരിൽ നിന്ന് കോത്തായമുക്കിലേക്ക് വരുമ്പോൾ ഹോണ്ടയുടെ ഷോറൂമല്ലോ ഇല്ലേ, അതെല്ലാം കഴിഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡിലാണ് കേട്ടാ. നമ്മളെ ഡയറക്ടർ ലാൽ ജോസ് ഒക്കെ വന്നിട്ട് ചായ അടിച്ച സ്ഥലമാണ് കേട്ടോ. ഫോട്ടോ ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ചായ പിടിയെല്ലാം കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് വിട്ടു കേട്ടാ. അപ്പൊ ഇരുട്ടായി.